ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 18 സന്യാസത്തിൻ്റെ പരിപൂർണത. ശ്ലോകം 17. യസ്യ നാഹം കൃതോ ഭാവോ ബുദ്ധിർയസ്യ ന ലിപ്യതേ ഹത്വാപി സൈമാം ലോകാൻ ന ഹന്തേന നിബധ്യതേ. വിവർത്തനം. മിഥ്യാഹങ്കാരത്താൽ പ്രേരിതനല്ലാതെയും അനാസക്തമായ ബുദ്ധിയോടും കൂടിയ ഒരാൾ നരഹത്യയിൽ ഏർപ്പെട്ടാലും ഹിംസകനല്ല. താൻ ചെയ്യുന്ന കർമ്മങ്ങൾ അയാളെ ബന്ധിക്കുന്നില്ല. ഭാവാർത്ഥം: പൊരുതാതെ കഴിക്കണമെന്ന ആഗ്രഹം മിഥ്യാഹങ്കാര പ്രേരിതമാണെന്ന് ഭഗവാൻ അർജുനനെ ഈ ശ്ലോകത്തിലൂടെ ഗ്രഹിപ്പിക്കുന്നു. താനാണ് കർത്താവെന്ന് അർജുനന് വിചാരമുണ്ട്. ഉള്ളിലും പുറത്തും കർമ്മത്തിന് പ്രേരണ നൽകുന്നത് പരമാനുമതിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയില്ല. അങ്ങനെ പരമമായൊരു നിർദ്ദേശമുണ്ടെന്നറിയാത്ത നിലയിൽ എന്തിനു വേണ്ടി കർമ്മം ചെയ്യണം? കർമ്മോപകരണങ്ങൾ ഏതെല്ലാമെന്നും കർത്താവ് താൻ തന്നെയെന്നും പരമാനുമതി നൽകുന്നത് സർവേശ്വരനാണെന്നും അറിവുള്ളവൻ ഏതു പ്രവൃത്തിയും മികച്ച നിലയിൽ നിർവഹിക്കും. അയാൾക്ക് ഒരിക്കലും വ്യാമോഹം ഉണ്ടാവുകയില്ല. വ്യക്തിപരമായ പ്രവൃത്തിയും ഉത്തരവാദിത്വവും മിഥ്യാഹങ്കാരത്തിൽ നിന്നും നിരീശ്വരത അഥവാ കൃഷ്ണാവബോധമില്ലായ്മയിൽ നിന്നും ഉടലെടുക്കുന്നു. പരമപുരുഷൻ്റെയോ പരമാത്മാവിൻ്റെയോ നിർദ്ദേശമനുസരിച്ച് കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുന്നവൻ ഹിംസ ചെയ്താലും ഹിംസകനല്ല. അയാൾക്ക് ഹിംസയുടെ പ്രതികരണം അനുഭവപ്പെടുകയുമില്ല. മേലുദ്യോഗസ്ഥന്റെ കൽപ്പനപ്രകാരം മനുഷ്യരെ കൊല്ലുന്ന ഭടന്മാരിൽ കൊലക്കുറ്റം ചുമത്താറില്ലല്ലോ. അവർ ശിക്ഷിക്കപ്പെടാറില്ലതാനും. പക്ഷേ സ്വേച്ഛപ്രകാരം നടത്തുന്നതാണ് ഈ വധമെങ്കിൽ തീർച്ചയായും കോടതി അയാളെ ശിക്ഷിക്കും. ശ്ലോകം 18. ജ്ഞാനം ജ്ഞേയം പരിജ്ഞാത ത്രിവിധാ കർമ്മചോദന കരണം കർമ്മ കർത്തേരി ത്രിവിധ കർമ്മസംഗ്രഹ. വിവർത്തനം. ജ്ഞാനം, ജ്ഞാനവിഷയം, ജ്ഞാനി എന്നീ 3 ഘടകങ്ങളാണ് കർമ്മത്തിന് പ്രേരകങ്ങൾ. ഇന്ദ്രിയങ്ങൾ, കർമ്മം, കർത്താവ് എന്നിവ അതിൻ്റെ ഘടകങ്ങളും. ഭാവാർത്ഥം: നിത്യകർമ്മങ്ങൾക്ക് 3 തരം പ്രേരകങ്ങളുണ്ട്: ജ്ഞാനം, ജ്ഞാനവിഷയം, ജ്ഞാനി എന്നിവ. കർമ്മോപകരണങ്ങൾ, കർമ്മം, കർത്താവ് എന്നിവയെ കർമ്മ ഘടകങ്ങളെന്ന് പറയുന്നു. മനുഷ്യൻ്റെ ഏതൊരു പ്രവൃത്തിക്കും ഈ മൂലഘടകങ്ങൾ ഉണ്ടായിരിക്കും. പ്രവൃത്തിക്ക് മുമ്പായി ഒരു പ്രേരണയുണ്ട്. ഇതിനെ പ്രചോദനമെന്ന് പറയുന്നു. പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പ് തയ്യാറാക്കപ്പെടുന്ന പരിപാടി യഥാർത്ഥ കർമ്മത്തിൻ്റെ സൂക്ഷ്മരൂപമത്രേ. ഇതിൽ നിന്ന് കർമ്മം രൂപമെടുക്കുന്നു. ആദ്യമായി വിചാരം, വികാരം, ഇച്ഛ എന്നീ മാനസിക പ്രക്രിയകളിലൂടെ കടന്നു പോരണം ഏതു കർമ്മത്തിനും. ഇതാണ് പ്രചോദനം. പ്രവർത്തനത്തിനുള്ള പ്രചോദനം ലഭിക്കുന്നത് ധർമ്മശാസ്ത്രത്തിൽ നിന്നായാലും ആധ്യാത്മിക ഗുരുവിൽ നിന്നായാലും അവയ്ക്ക് വ്യത്യാസമില്ല. കർത്താവും പ്രചോദനവും ഉള്ളപ്പോൾ സർവേന്ദ്രിയ കേന്ദ്രമായ മനസ്സുൾപ്പെടെയുള്ള ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടെ യഥാർത്ഥ കർമ്മം രൂപം കൊള്ളുന്നു. ഒരു ക്രിയയുടെ എല്ലാ ഘടകങ്ങളുടെയും ആകെ തുകയാണ് കർമ്മ സംഗ്രഹമെന്ന് പറയപ്പെടുന്നത്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.